മിനിസ്റ്ററിലേക്കും ക്യാമ്പിൽ നിന്നുള്ള ദിനേശിലേക്കുമാണ് പോകുന്നത്. ദിനേശിന് ചില കാര്യങ്ങൾ പറയാനുണ്ടാകും, അതിൽ മന്ത്രിക്ക് ചില മറുപടികളും ഉണ്ടാകും. ആദ്യം മിനിസ്റ്റർ, ഇന്നത്തെ ദിവസം ലോണുകൾ എഴുതിത്തള്ളി കേരള ബാങ്ക് എന്നുള്ള നല്ല വാർത്ത കേട്ട ഒരു ദിവസമാണ്. തീർച്ചയായും വയനാട്ടിലുള്ളവർക്ക്, ഈ മുണ്ടക്കയിലുള്ളവർക്ക് ആശ്വാസമാകുന്നൊരു വാർത്തയാണത്. ഇപ്പോൾ ക്യാമ്പുകളിലെ ദിവസം, അവർ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത് 14 ദിവസത്തിലേക്ക് ക്യാമ്പുകളിൽ തുടരുകയാണ് ഓരോരുത്തരും. താൽക്കാലിക വീടുകൾ എന്നുള്ളതാണല്ലോ അടുത്ത പടി. അതിനി എത്ര ദൂരമുണ്ട് മിനിസ്റ്റർ? ഇപ്പോൾ നമ്മുടെ ദുരിതബാധിതർ താമസിക്കുന്ന ക്യാമ്പ് 14ആണ്. ഈ 14 ക്യാമ്പിലുള്ളവരും സ്കൂളുകളിലാണ് താമസിക്കുന്നത്. സ്കൂളുകൾ കുട്ടികൾക്ക് പഠിക്കണം. സ്വാഭാവികമായിട്ടും സ്കൂളുകളിൽ നിന്നും ക്യാമ്പ് അംഗങ്ങളെ മറ്റ് സംവിധാനങ്ങളിലേക്ക് ടെമ്പററി റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായി മാറ്റണം. സാധാരണ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ദുരന്തങ്ങൾ ഒക്കെയുള്ള ഘട്ടത്തിൽ ക്യാമ്പുകളിലെ താമസം മാസങ്ങളോളം നീണ്ടു നിൽക്കാറുണ്ട്. മാസങ്ങളോളമല്ല, അതിലധികവും പോകാറുണ്ട്. ഇപ്പോൾ സുനാമിയുടെ ക്യാമ്പ് നമുക്കറിയാം, ദീർഘകാലമായിരുന്നു. ഇത്തവണ അത്തരം അനുഭവം വെച്ചുകൊണ്ട് ക്യാമ്പുകളിൽ നിന്നും വേഗത്തിൽ തന്നെ ടെമ്പററി റീഹാബിലിറ്റേഷനുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉപസമിതിയിലെ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചും അടിവരയിട്ട് പറഞ്ഞതും ഇതാണ്. 4 രീതിയിലാണ് ആളുകൾ ക്യാമ്പിൽ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സ്വയം വാടക വീട് തിരഞ്ഞെടുത്ത് പോകാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് തീർച്ചയായിട്ടും സർക്കാർ വാടകയും മറ്റ് എല്ലാ പിന്തുണയും നൽകും. രണ്ടാമത്തത്, ബന്ധു വീടുണ്ടെങ്കിൽ ബന്ധു വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്. മൂന്നാമത്തത്, സ്പോൺസർ ചെയ്ത വീടുകൾ, വാടക വീടുകൾ. നാലാമത്തത്, ഗവൺമെൻറ് ഫെസിലിറ്റീസ്, ഇപ്പോൾ PWD ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള ക്വാർട്ടേഴ്സ്. ഇങ്ങനെ 4 നിലയിലാണ് ആളുകൾ ക്യാമ്പിൽ നിന്നും ടെമ്പററി റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായി അഥവാ പെർമനൻറ്റ് റീഹാബിലിറ്റേഷൻ വരുന്നത് വരെ താമസിക്കാൻ ആഗ്രഹിക്കുന്നത്. 14 ക്യാമ്പുകളിലേക്ക് 18 ടീമുകളെ ഡീറ്റെയിൽ സർവേക്ക് വേണ്ടി നിശ്ചയിച്ച് അവർ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലി പ്രൊഫൈൽ ഉൾപ്പെടെ ഓരോ കാര്യങ്ങളും സർവേയിലുണ്ട്. ഇതിലെവിടെ ആർക്ക് താമസിക്കണമെന്ന് നിശ്ചയിക്കേണ്ടത് തീർച്ചയായിട്ടും ക്യാമ്പിലെ അംഗങ്ങളാണ്. അതുൾപ്പെടെ ഈ സർവേയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഏത് പഞ്ചായത്തിനാണ് താല്പര്യം, ഓപ്ഷൻ 1. ഇനി അതല്ല, വേറെ പഞ്ചായത്താണെങ്കിൽ ഓപ്ഷൻ 2. അങ്ങനെയാണ് കൊടുക്കുന്നത്. വളരെ വിശദമായൊരു സർവേയാണ്. സർവേ ഉടനെ തന്നെ അത് പൂർത്തീകരിക്കും. ഇവിടെ നമ്മൾ പൊതുവെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാടക വീടുകളുടെ ഒരു ലിസ്റ്റ് തന്നെ എടുത്തിട്ടുണ്ട്. 253 വാടക വീടുകൾ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. പിന്നെ പല വീടുകൾ ഇപ്പോൾ ഓഫർ. ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ MD നേരിട്ട് വന്ന് ഞങ്ങളെ വാടക വീടിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് 253 പെടുന്നില്ല. PWD ക്വാർട്ടേഴ്സും സർക്കാർ ക്വാർട്ടേഴ്സും നിലവിൽ പരിശോധന ഓഫർ വന്ന് പരിശോധിച്ച വാടക വീടുകളാണ് 253. റിപ്പോർട്ടർ TV ഉൾപ്പെടെ തന്ന നിരവധി വാടക വീടുകളുടെ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതടക്കം വരുമ്പോൾ ഒരു 350+ ആയി. പിന്നെയും ഒരു 42, മൊത്തം ഞാൻ പറയുന്നത് ഒരു 350+ ആയി. അപ്പോൾ ആ 350-ലധികം വാടക വീടുണ്ട്. ഇതിന് പുറമെ ആളുകൾ ഇപ്പോൾ വാടക വീടും മറ്റുമായിട്ട് തരാൻ തയ്യാറാവുന്നു. അപ്പോൾ അതിൽ ക്രമീകരണം വരുത്തണം. ആർക്ക് എവിടെ, ആ ക്രമീകരണമാണ് ഒരു ക്രൈറ്റീരിയ തീരുമാനിക്കാൻ കലക്ടറുടെ നേതൃത്വത്തിൽ 4 അംഗ ഉദ്യോഗസ്ഥ സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമിതി അതിൻ്റെ പ്രവർത്തനം നടത്തുന്നു. ബന്ധു മരിച്ചത്, കുട്ടി മരിച്ചത്, അച്ഛൻ മരിച്ചത്, അങ്ങനെയുള്ള പരിഗണന. പിന്നെ ഒറ്റക്ക് ആയ മനുഷ്യരുണ്ട്, കുടുംബത്തിൽ വേറെ ആരുമില്ല, ഒറ്റപ്പെട്ട ഒരാൾ. അവരെ ഒറ്റക്കൊരു വീട്ടിൽ നിർത്താനാകില്ല. അവരെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തിയ മാനസികമായ പ്രയാസങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അതുകൊണ്ട് അവർക്ക് ഒരു സർക്കാർ ജീവനക്കാരനെ ലോക്കൽ ഗാർഡിയനായി കൊടുക്കുന്നു. ആ സർക്കാർ ജീവനക്കാരൻ തീർച്ചയായിട്ടും അവരുടെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നൊരു സ്ഥിതി, ഒരു ലോക്കൽ ഗാർഡിയനെ കൊടുക്കുന്ന സ്ഥിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. പിന്നെയുള്ള പ്രശ്നം, ഈ വീട് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ട ഫർണിച്ചറുകൾ ആവശ്യമുണ്ട്. കട്ടിലുകൾ വേണം, മേശ വേണം, ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ വേണം, അങ്ങനെ പലതും വേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു വേണ്ടി ഒരു ബേസിക് കിറ്റ് എന്നുള്ള നിലയിൽ ജില്ലാ കലക്ടർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു ഫർണിച്ചറും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള ബേസിക് കിറ്റ് പബ്ലിക്കിനോട് കൂടി സഹായം ആവശ്യപ്പെടുകയാണ്. അവിടുത്തെ MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം, ഇവരെയൊക്കെ ചേർത്തുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. ഇവർക്കൊക്കെ ഇവരുടേതായ നിലയിൽ സർക്കാരുമായി ചേർത്തുകൊണ്ട് പ്രവർത്തിക്കാൻ ഉള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവർ തന്നെ അതിന് മുൻകൈ എടുക്കുന്നുണ്ട്. അത് സ്വാഗതാർഹമാണ്. യുവജന സംഘടനകൾ, ആ യുവജന സംഘടനകളും ഇതുപോലെ വാടക വീടും
അതുപോലെ തന്നെ അതിനുവേണ്ട ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നൽകാൻ തയ്യാറാവുകയാണ്. യുവജന സംഘടനകളെയും തയ്യാറായി വരുന്ന അവരെയും പ്രോത്സാഹിപ്പിക്കും. മറ്റ് സന്നദ്ധ സംഘടനകൾ ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകും. ഇതിനൊരു കട്ട് ഓഫ് ഡേറ്റ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ആ കട്ട് ഓഫ് ഡേറ്റ് പ്രകാരം ദുരന്ത മുൻകാല അനുഭവങ്ങൾ, ക്യാമ്പുകൾ നീണ്ടുപോകുന്നത് പരിഹരിക്കാൻ വേണ്ടി ഇത്തവണ വേഗത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് ഫലപ്രദമായി മാറും. എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് അത് നടപ്പിലാക്കുക. അതിന് ഏകദേശം എത്ര സമയമെടുക്കും മിനിസ്റ്റർ? നമ്മൾ ഇപ്പോൾ ഈ മാസം തന്നെ അതിൻ്റെ കാര്യങ്ങൾ വേഗത്തിലാക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഞങ്ങൾ എത്രയും വേഗത്തിൽ തന്നെ മറ്റേത് മാസങ്ങളോളം നീണ്ടുപോകുന്ന കാര്യമാണ്. ക്യാമ്പിലൊക്കെ താമസം നമുക്കറിയാം 2, 3, 4, 5, 6 മാസമാണ്. പക്ഷേ ചിലയിടത്ത് അതിലും കൂടുന്നുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും നോക്കാതെ എത്രയും വേഗത്തിൽ ഈ ഓഗസ്റ്റ് മാസം തന്നെ അതിൻ്റെ കാര്യങ്ങൾ നീക്കി മുന്നോട്ട് പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകണം. അത് ഇപ്പോൾ വാടക വീടിൻ്റെ ലിസ്റ്റായി. പിന്നെ ഇപ്പോൾ വാടക മറ്റ് കാര്യങ്ങൾ സർക്കാർ തന്നെ ഇപ്പോൾ അതിൻ്റെ പ്രഖ്യാപനങ്ങൾ വരും. ബേസിക് കിറ്റ്, ഫർണിച്ചർ, മറ്റ് സംവിധാനങ്ങളുടെ ലിസ്റ്റ് വരും. അങ്ങനെ എത്രയും വേഗത്തിൽ ഇത് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് സർക്കാർ ചെയ്യും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.